കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിന്റെ പേരാണ് എന്ത്? പാൻക്രിയാസ്. സോ ഈ പാൻക്രിയാസ് ഗ്ലാൻഡിനെ പറ്റിയിട്ടും അത് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോഗോൺ പോലെയുള്ള ഹോർമോണുകളെ പറ്റിയിട്ടും ഇവരുടെ ഫംഗ്ഷനെ പറ്റിയിട്ടും അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇവരുടെ അളവ് കുറഞ്ഞാലുണ്ടാവുന്ന രോഗത്തെ പറ്റിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സാധനം ആവശ്യമാണ്, അല്ലേ? ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, എനർജി ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആഹാരം കഴിക്കുമ്പോഴാണ് കിട്ടുന്നത്. ആഹാരത്തിനെ നമ്മുടെ ഈ പറയുന്ന സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രീനുകൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതുവഴി എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ട്, അവിടെ വെച്ച് ഡൈജഷൻ തുടങ്ങിയിട്ട് ഇൻഡസ്റ്റൈൻ വഴി എന്ത് ചെയ്യുന്നു? അത് പോകുന്നു. അപ്പോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഈ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നു. അതെങ്ങോട്ട് പോകുന്നു? രക്തത്തിലോട്ട് പോകുന്നു. പക്ഷേ രക്തത്തിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും ഒരു മിനിമം ആയിരിക്കണം. അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ അതൊരു 70 മുതൽ 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം അത് 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ നമുക്ക് പറയാം അത് നോർമലാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആഹാരം കഴിക്കുന്നതിന് മുന്നേയും ശേഷവും ഒക്കെ ലാബിൽ പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ കോമൺ ആണ്. ഒരു വീട്ടിലൊരു ഡയബറ്റീസ് രോഗി വെച്ചെങ്കിലും ഉണ്ടാവും. ചിലരാണെങ്കിൽ അതിന് ഗുളിക കഴിക്കും, ചിലരാണെങ്കിൽ അതിന് എന്ത് ചെയ്യും? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, HbA1c എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2 to 3 മാസം വരെ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതെടുക്കുമ്പോൾ ഒരു 5.7% താഴെയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയബറ്റീസ് രോഗമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവെന്ന് പറയുന്നത് മിനിമം ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡ് സ്ട്രീമിലോട്ടാണ് എന്ത് പോകുന്നത്? ഈ പറയുന്ന ഗ്ലൂക്കോസ് പോകുന്നു. അപ്പോൾ ഈ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ ആര് വരുന്നത്? പാൻക്രിയാസ് വരുന്നത്. അപ്പോൾ ആരാണ് പാൻക്രിയാസ്? നമ്മുടെ സ്റ്റൊമക്ക്, ഈ കാണുന്നത് സ്റ്റൊമക്കാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ കാണുന്ന ഈ പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിരിക്കുന്നത് ലിവറാണ്. അപ്പോൾ ഈ ലിവറിൻ്റെയും സ്റ്റൊമക്കിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് ഈ പറയുന്ന സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു വരുന്നൊരു ഭാഗമുണ്ട്, നമ്മൾ ഡിയോഡിനം എന്ന് വിളിക്കും. ഈ ഡിയോഡിനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഇരിക്കുന്ന ഒരു വാഴയ്ക്കപ്പം പോലെ അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിന് 2 തരം ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഡൈജഷന് സഹായിക്കുക എന്നുള്ള പരിപാടിയുണ്ട്, അതുപോലെ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലിയുണ്ട്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം നോക്കുന്നില്ല, നമ്മൾ ഈ പറയുന്ന ഗ്ലൂക്കോസ് റെഗുലേഷൻ്റെ കാര്യം നോക്കുന്നുള്ളൂ. അപ്പോൾ അപ്പർ അബ്ഡമനിൽ സ്റ്റൊമക്കിന് പുറകിലായിട്ട് കാണപ്പെടുന്നു. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പാൻക്രിയാസിൽ നിന്നും 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഒന്ന് ഇൻസുലിൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വരുന്നതാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ, എന്താണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്ന 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാൻക്രിയാസിന് 2 ജോലിയുണ്ടെന്ന്. ഒന്ന് ഈ പറയുന്ന ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ജോലി, മറ്റൊന്ന് എൻഡോക്രൈൻ ജോലി. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എൻഡോക്രൈൻ ജോലിയെ പറ്റിയിട്ടാണ്. അപ്പോൾ അതായത് ഇതിനെ സഹായിക്കുന്ന പാൻക്രിയാസ് നമ്മളിങ്ങനെ സെക്ഷൻ എടുത്ത് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പാൻക്രിയാസിനകത്തായിട്ട് നോക്കി, ഇപ്പോൾ ഇതാണ് പാൻക്രിയാസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കി, ഇതാണ് പാൻക്രിയാസ് എന്ന് പറയും. ഈ പാൻക്രിയാസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട്, അതായത് ഞാനൊരു കളർഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ കുത്തായിട്ട്, അതായത് ഒരു കടലിലൊരു ഐലൻഡൊക്കെ ഇരിക്കുന്ന പോലെ കുറച്ച് പ്രത്യേകതരം സെല്ലുകൾ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഐലൻഡ് പോലെ ഇരിക്കുന്ന ഡോട്ടഡ് ആയിട്ട്, അതായത് പാൻക്രിയാറ്റിക് സെല്ലുകൾക്കിടയിലായിട്ട് ഒരു പ്രത്യേക ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് പ്രത്യേകതരം സെല്ല് കാണും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ്. ഇതാണ് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ്. അപ്പോൾ എന്താണ് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന് വെച്ചാൽ? ലാറ്റിൻ ഭാഷയിൽ ഐലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐലൻഡ് എന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാൻക്രിയാറ്റിക് സെല്ലുകൾക്കിടയിലായിട്ട് ഒരു ഐലൻഡ് പോലെ ഇങ്ങനെ കൂടി കിടക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പ്രത്യേകതരം സെല്ല്. അത് കണ്ടെത്തിയ ആളുടെ പേരിൽ സെക്കൻഡ് നെയിമിൽ ലോങ്ങർ ഹാൻഡ്സ് ഉള്ളതുകൊണ്ട് 2 കൂടെ ചേർത്ത് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന് പറയും. അപ്പോൾ ഐലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐലൻഡ് എന്ന മീനിങ് ആണ്. ലോങ്ങർ ഹാൻഡ്സ് ആദ്യത്തെ പേര് ഞാൻ പറഞ്ഞത് ജോൺ ലോങ്ങർ ഹാൻഡ്സോ അതോ ഡാനിയലോ അങ്ങനെ എന്തോ ആണ്. ലോങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരാണ്. 2 കൂടി ചേർത്ത് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ്. ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിനെ നമ്മൾ വീണ്ടും എടുത്ത് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു സംഭവം കിട്ടും. അതിൽ 2 തരം സെല്ലുകളുണ്ട്. ഒന്ന് ഈ കാണുന്ന പോലെയുള്ള ആൽഫ സെല്ലുകളും
മറ്റൊന്ന് ഇവിടെ കാണുന്ന ബീറ്റ സെല്ലുകൾ. അപ്പോൾ എത്ര സെല്ലുകളുണ്ട്? ആൽഫ സെല്ലുകളും ഉണ്ട്, ബീറ്റ സെല്ലുകൾ എന്നിങ്ങനെ പറയുന്ന 2 തരം സെല്ലുകളാണ് ഇവിടെ ഉള്ളത് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിൽ ഉള്ളത്. ഓക്കെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ബീറ്റ സെല്ലുകളാണ്. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ബീറ്റ സെല്ലുകളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ സെല്ലുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കഗൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 2 തരം. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്ന ഇൻസുലിനെ പറ്റിയാണ്. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, പറഞ്ഞാലും പിടിയിട്ട് കാണുമല്ലോ. ശരീരത്തിൽ നമ്മുടെ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഡിയോഡിനത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഒരു നീണ്ട ഷേപ്പിലോട്ടുള്ള ഒരു ഓർഗനുണ്ട്. അതിന്റെ പേര് പാൻക്രിയാസ് എന്നാണ്. പാൻക്രിയാസിനകത്ത് 2 ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സെല്ലുണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിനകത്ത് 2 തരം സെല്ല് വീണ്ടും പറ്റും, ആൽഫയും ബീറ്റയും. അതിൽ ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ, ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ. അത് ഇൻസുലിൻ്റെ ജോലി എന്താണ്? ഷുഗർ കൂടുമ്പോഴാണല്ലോ ഇൻസുലിൻ എടുക്കുന്നത്. അപ്പോൾ എന്താണ്? ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഇൻസുലിൻ്റെ ജോലി. ഓക്കെ, എന്താണ്? ബ്ലഡ് ഷുഗർ കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം രക്തത്തിലിരിക്കുമ്പോഴേ, ഞാനിപ്പോൾ പിക്ചർ വെച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 ഹോർമോൺസ് ഉണ്ട്, ഇൻസുലിനും ഗ്ലൂക്കഗോൺ. അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി, ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടി. അപ്പോൾ നോർമൽ എന്ന് വെച്ചാൽ 70 to 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. കൂടി, ആഹാരം കഴിച്ചു, 2 നല്ല ലഡു അങ്ങോട്ട് കഴിച്ചു, അല്ലെങ്കിൽ 2 ജിലേബി കഴിച്ചു. ഡൈജസ്റ്റ് ആയപ്പോഴത്തേക്കും ആ പഞ്ചസാര മൊത്തം നേരെ ബ്ലഡ് അബ്സോർബ് ചെയ്തു. അപ്പോൾ ബ്രെയിനിന് സിമ്പൽ പോവും, എന്താണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിരിക്കുകയാണ്. കൂടിയിരുന്നത് നല്ലതല്ല. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യും? ബീറ്റ സെല്ലിനടുത്ത് പറയും, നോക്കണ്ട, ഇറക്കിക്കോ. ആരെ ഇറക്കിക്കോ? ഇൻസുലിനെ ഇറക്കിക്കൊള്ളാൻ പറയും. ആരെ ഇറക്കിക്കൊള്ളാൻ പറയും? ഇൻസുലിനെ ഇറക്കിക്കൊള്ളാൻ പറയും. ഈ ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ നമ്മളെ ഈ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ട്രാഫിക് സിനിമ കണ്ടോ? ഈ ട്രാഫിക് സിനിമയില്ലേ, നമ്മൾ ക്ലൈമാക്സ് സീൻ ആകുമ്പോഴത്തേക്ക് ഈ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് ഈ വഴിയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്? അതുപോലെ ഇൻസുലിൻ ചെന്നിട്ട് എല്ലാ സെല്ലുകളടുത്തും പറയും, നിങ്ങൾ എന്ത് ചെയ്യുക? എൻട്രി ഓഫ് ഗ്ലൂക്കോസ് സെല്ലുകൾ സ്പീഡപ്പ് ആക്കും. അതായത് എന്താണ്? സെല്ലുകൾ ആഗിരണം ചെയ്യുമല്ലോ. അപ്പോൾ എവിടെയൊക്കെയാണോ ഗ്ലൂക്കോസ് വേണ്ടത് അവിടെയൊക്കെ പെട്ടെന്ന് കയറ്റി ഇതിൻ്റെ അളവ് അങ്ങ് കുറയ്ക്കാൻ പറയും. അതായത് സെല്ലുകൾക്ക് ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറയും. എന്നിട്ട് നേരെ ലിവറിനടുത്ത് പോകും. ലിവറിനടുത്ത് പോയിട്ട് പറയും, ഇച്ചിരി കൂടുതലാണ് ബ്ലഡിൻ്റെ അളവ്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് നേരെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന ആരാണ്? അത് ലിവറാണ്. അതാരാണ്? ലിവറാണ്. അപ്പോൾ ലിവർ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യും. ഗ്ലൈക്കോജൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാറ്റൊക്കെ ആയിട്ട് മാറും. ഒന്നും അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മധുരം കൂടുതൽ കഴിച്ചാൽ വണ്ണം കൂടുമെന്ന് അറിയാമല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ കഴിക്കുന്ന മധുരം ഒരു ലഡു, ഒരു ജിലേബിയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ മധുരം നേരെ ശരീരത്തിൽ പോയിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റോർ ആവുന്ന ഫാറ്റ് ആയിട്ടാണ്. നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്ലൂക്കോസിനെ മറ്റൊരു ഫോമായി ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അപ്പോൾ രക്തത്തിൽ നിന്ന് അത് മാറിക്കിട്ടും. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ബീറ്റ സെൽ എന്ത് ചെയ്യും? ഇൻസുലിനെ ഇറക്കും. ഇൻസുലിൻ 2 ജോലി ചെയ്യും. ഒന്ന്, ഈ പറയുന്ന സ്പീഡ് അപ്പ് ദ എൻട്രി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെല്ലിലോട്ടുള്ള ഗ്ലൂക്കോസിന്റെ എൻട്രിയെ സ്പീഡപ്പ് ആക്കും. അതുപോലെ ലിവറിൻ്റെ അടുത്ത് പറയും, ഗ്ലൂക്കോസിന് അത്ര എന്താക്കി മാറ്റാൻ? ഗ്ലൈക്കോജനാക്കി മാറ്റാം. ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോയാണ്, അതുകൊണ്ട് ക്ലാരിറ്റി വെച്ച് കുറവുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു, ഡിക്രീസ് ആവുന്നു, തിരിച്ചു പോകുന്നു, പഴയ മതി, സെറ്റ്. സാധാരണ ആഹാരം കഴിച്ച് കഴിയുമ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്. ഇനി ചിലപ്പോൾ കുറയാം. നമ്മൾ രാവിലെ നിങ്ങൾ ട്യൂഷൻ പോകാനൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? രാവിലെയൊക്കെ ഫുഡൊന്നും കഴിക്കാതെ ഓടിപ്പടച്ച് പോകുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഒരു തലചുറ്റലൊക്കെ ഉണ്ടാവൂലേ? അപ്പോൾ പറയും ഗ്ലൂക്കോസ് കുറഞ്ഞതാണെന്ന് പറയും, അല്ലേ? അപ്പോൾ അങ്ങനെ ഗ്ലൂക്കോസ് കുറയുന്നതിന് മുന്നേ ആയിട്ട് ശരീരം എന്ത് ചെയ്യും? സിഗ്നൽ കൊടുക്കും ബ്രെയിനിന്, എന്താണ്? ഗ്ലൂക്കോസ് കുറവാണേ. അപ്പോൾ എന്ത് പറ്റും? നേരെ പാൻക്രിയാസിലെ ആൽഫ സെല്ലുകൾ ആക്ടിവേറ്റ് ആയിട്ട് ആരെ ഇറക്കും? ഗ്ലൂക്കഗോണിനെ ഇറക്കും. ഗ്ലൂക്കഗോൺ ചെന്നിട്ട് ഈ പറയുന്ന ലിവറിൻ്റെ അടുത്ത് പറയും, നിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഗ്ലൈക്കോജൻ മൊത്തം നീ എന്ത് ചെയ്തോ? നേരെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് എങ്ങോട്ട് കൊടുത്തോ? രക്തത്തിലോട്ട് കൊടുത്തോളാം പറയും. അപ്പോൾ ചിലപ്പോൾ ഈ ഗ്ലൈക്കോജൻ റിസർവ് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ തലേന്ന് വലുതായിട്ടൊന്നും കഴിച്ചില്ലെങ്കിൽ ഗ്ലൈക്കോജൻ കുറവ്. എങ്കിൽ പറയും എന്താണ്? അമിനോ ആസിഡ് ഉണ്ടല്ലോ, അവനെയും കൂടി എന്ത് ചെയ്തോ? ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്തോ. അപ്പോൾ ലിവറിന് ഗ്ലൈക്കോജനെയും ഗ്ലൂക്കോസ് ആക്കാം. ഗ്ലൈക്കോജൻ റിസർവ് തീർന്നു പോയാൽ അമിനോ ആസിഡിനെ എന്ത് ചെയ്യും? കാരണം നമുക്ക് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ രക്തത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. നമ്മളങ്ങ് ക്ഷീണിച്ച് തളർന്ന് വീണു പോകും. കുറച്ചും കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരീര പ്രവർത്തനം നിൽക്കുമെന്നാകുമ്പോഴാണ് ബ്രെയിൻ എന്ത് പറയുന്നത്? എന്നാൽ അവനെ എന്ത് ചെയ്തോ? നിങ്ങൾ തല കറക്കി അങ്ങ് ഇട്ടോളാൻ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയ്യോ, തല ചുറ്റി അങ്ങ് വീഴുന്നു. അപ്പോൾ ആ വീഴുന്നത് ശരീരത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബ്രെയിൻ, കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു നല്ലൊരു മധുരമുള്ളൊരു എന്തെങ്കിലും ജ്യൂസോ ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവ് ആവും. ആഹാരം കഴിക്കാതിരിക്കരുത്. ഓക്കെ, ചിലരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരിലൊക്കെ ഇപ്പോൾ കാണുന്നതാണ് ഈ എന്താണ് വണ്ണം ഭയങ്കര വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യും? ഡയറ്റൊക്കെ എടുക്കും. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അതിനിപ്പോൾ എന്ത് പറഞ്ഞാലും നല്ലതല്ല എന്നും പറഞ്ഞ്
നിങ്ങൾ ഇപ്പോഴേ ഓവർ കോൺഷ്യസ് ആവേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന സാധനങ്ങൾ, ചോക്ലേറ്റ്, മധുര പലഹാരങ്ങളൊക്കെ കുറച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ അത്യാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. അതിലും വെറൈറ്റി ആഹാരങ്ങൾ, അതായത് ഈ പറയുന്ന ചോറും മീനും മാത്രമേ തിന്നും, അങ്ങനെയല്ല, ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ എന്ത് ചെയ്യണം, കഴിക്കണം. അങ്ങനെ കഴിച്ച് മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഈ ടെൻഷൻ്റെ ആവശ്യമേ, എന്തിനാ ആവശ്യമില്ലാത്ത പ്രഷറൊക്കെ എടുത്ത് ഈ പ്രായത്തിൽ തലയിൽ വയ്ക്കുന്നത്. ഓക്കെ, അത് നിങ്ങളടുത്ത് ഞാൻ പറയുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴേ ചെറിയ 10, 9, 8 ആവുന്ന പിള്ളേർ, അല്ലെ, ആൺകുട്ടികളാണെങ്കിലും ഇപ്പോഴേ ബോഡി ബിൽഡ് ചെയ്യണം, മസിൽ ഉണ്ടാക്കണം, പ്രോട്ടീൻ അടിക്കണം എന്നൊക്കെ പറയുന്നു. പറഞ്ഞിട്ട് പെൺകുട്ടികളാണെങ്കിൽ സ്ലിം ബ്യൂട്ടി ആവണം എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഭക്ഷണമൊക്കെ കുറയ്ക്കും. അതൊന്നും ചെയ്യരുത്. ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ അങ്ങനെ നടക്കും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നു, ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു, നോർമലാവും. ഇതാണ് സംഭവം. അപ്പോൾ ആക്ഷൻ ഓഫ് ഇൻസുലിൻ, ആക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ അറിയണം. അപ്പോൾ ഇൻസുലിൻ എന്താണ് ഇൻസുലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റാ സെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റിലീസ്ഡ് വെൻ ബ്ലഡ് ഷുഗർ ലെവൽ ഈസ് ഹൈ ആഫ്റ്റർ ഈറ്റിംഗ്. ഇൻസുലിൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ടു ടേക്ക് ദ ഗ്ലൂക്കോസ് ഫോർ എനർജി ആൻഡ് ടെൽ ദ ലിവർ ആൻഡ് ദ മസിൽ ടു സ്റ്റോർ എക്സ്ട്രാ ഗ്ലൂക്കോസസ് ഗ്ലൂക്കഗോൺ. ആക്ഷൻ ലോവേഴ്സ് ദ ബ്ലഡ് ഷുഗർ. അപ്പോൾ ഇൻസുലിൻ്റെ ആക്ഷൻ മനസ്സിലായല്ലോ. അടുത്ത് വരുന്ന ആരാ, ഗ്ലൂക്കഗോൺ ആണ്. ആൽഫ സെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എപ്പോഴായിരിക്കും, ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആവുമ്പോഴായിരിക്കും. അതായത് ആഹാരത്തിന് ഈ പറയുന്ന ഫാസ്റ്റിംഗ് സമയത്തും അല്ലെങ്കിൽ എന്താണ് ആഹാരം കഴിച്ചതിന് ആ ഗ്യാപ്പ് വരുന്ന സമയത്തും. ഗ്ലൂക്കഗോൺ ലിവറിൻ്റെ അടുത്ത് എന്ത് പറയും, ഈ പറയുന്ന സ്റ്റോർഡ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുക, എന്നിട്ട് ബ്ലഡിലോട്ട് ഇറക്കുക, അങ്ങനെ നോർമൽ ലെവലിലോട്ട് എത്തിക്കും. ഇതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി പോയിന്റ് ആക്കി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സംഭവം എന്താണ്, ആഫ്റ്റർ ഈറ്റിംഗ് ആണ്. പാൻക്രിയാസ് ഗ്ലൂക്കോസിൻ്റെ അളവ് ഡിറ്റക്ട് ചെയ്യും, ബീറ്റാ സെൽ ഇൻസുലിൻ റിലീസ് ചെയ്യും. ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യും എന്താണ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചെത്തും, നമ്മുടെ പടത്തിൽ കിടന്ന സംഭവം. തിരിച്ച് ആൽഫ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. സെറ്റല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉത്തരവും കിട്ടിക്കാണുമല്ലോ. എങ്കിൽ നമുക്ക് എന്തിലോട്ട് പോവാം, നമ്മുടെ മെയിൻ അസുഖത്തെ പറ്റി അല്ലേ. എന്താണ് അസുഖം? ഈ പറയുന്ന ടേബിളും ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ, ബീറ്റാ സെൽ ഉൽപ്പാദിപ്പിക്കും. പ്രൊഡ്യൂസിങ് സെല്ല് എന്താണ് ടേക്ക് ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കഗോൺ ഹോർമോൺ ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡിലോട്ട് എത്തിക്കും. സോ നിങ്ങളുടെ പണി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖത്തിലോട്ട് പോകാം. നമ്മൾ സാധാരണ ആൾക്കാരിൽ കാണുന്ന ഡയബറ്റീസ് രോഗം എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന മറ്റൊരു രോഗമുണ്ട്. അതിന് ഇൻസുലിനും ബ്ലഡും ഗ്ലൂക്കോസുമായിട്ടല്ല ബന്ധം, വേറൊരു ഹോർമോണായിട്ട് ബന്ധപ്പെട്ടതാണ്. പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം, തൽക്കാലം അറിഞ്ഞാൽ മതി. നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് മൊത്തം ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖമാണ്. എന്താണ് ഡയബറ്റീസ് മെലിറ്റസ്? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അസുഖത്തിനെയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. വേർ ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ് ബിക്കം ഹയർ ദാൻ നോർമൽ, അല്ലേ? അതായത് ഈ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് 126 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ മാറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണ്, ഇത്ര തന്നെയാണ്. അപ്പോൾ 126 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ദിവസം കൊണ്ടല്ല, 1-2 ടെസ്റ്റുകൾ എടുക്കുമ്പോഴത്തേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യയിൽ കണ്ടോ 100 മില്യൺ കൂടുതൽ എന്തുണ്ട്, ഡയബറ്റീസ് രോഗികളുണ്ട്. നമ്മളിത് ഇഗ്നോർ ചെയ്യുന്നത്, പലരും ഈ ഡയബറ്റീസിനെ വളരെ ലാഘവത്തോടെ കാണും. ഇത് ഡയബറ്റീസ് കുറച്ച് രക്തം കൂടിയില്ലേ, രക്തത്തിൽ കുറച്ച് ഗ്ലൂക്കോസ് കൂടിയിരിക്കുന്നു, വാട്ട് ഈസ് എ പ്രോബ്ലം, എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല അല്ലേ, 2 ഗുളിക കൂടുതൽ കഴിച്ചാൽ മതി. ഗുളിക കഴിക്കുന്നതിന് പലതും പറയാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, ഒരു ലഡു കഴിച്ചാൽ 2 ഗുളിക എന്ത് ചെയ്താൽ മതി എന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഓക്കെ ആവും എന്ന് പറയും. ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2-3 ഗുളിക കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. ഡേഞ്ചറാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ രോഗം തന്നെയാണ്. ഓക്കെ, അത് ഡയബറ്റീസ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമുക്ക് വന്നാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരുടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അത്ര നല്ലൊരു അസുഖം അല്ല ഡയബറ്റീസ്. ഇത് നമ്മുടെ പല രീതിയിലാണ് പണി തരുന്നത്. ഓക്കെ, അതായത് ഇന്ന ഒരു അസുഖമായിട്ട് നമ്മൾ ദേഹത്ത് വന്നപ്പോൾ പനി പോലെ വന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ പറഞ്ഞ മറ്റു രോഗങ്ങളെ പേര് ഞാൻ പറയുന്നില്ല, മൊത്തം നെഗറ്റീവ് ആണല്ലോ പറയുന്നില്ല. അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അറിയാം, അയ്യോ അത് അസുഖമാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഡയബറ്റീസ് ആകുമ്പോൾ ഒരു ലാഘവം, ഒരിക്കലും അങ്ങനെ എടുക്കരുത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഡയബറ്റീസിൻ്റെ ലിസ്റ്റ് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന അരിയാഹാരത്തിന് കൂടുതലുള്ള കഴിക്കലാണ് പ്രധാന പ്രശ്നം. കാരണം പഞ്ചസാര, ചായ ഇടുന്ന പഞ്ചസാര, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും പലഹാരത്തിൽ കഴിക്കുന്ന മധുരമല്ല, ഈ ചോറടിച്ച് കയറ്റത്തില്ലേ, അതിനകത്തുള്ളത് എന്ത് തന്നെയാണ്, ഗ്ലൂക്കോസാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറയ്ക്കണം കേട്ടോ. ഓക്കെ, ഓവർ വെയിറ്റ് ഉള്ള കുട്ടികളിൽ ഓവർ വെയിറ്റ് ഉണ്ട്, ഒബീസിറ്റി ഉണ്ട്. ഓക്കെ, അതൊക്കെ പ്രശ്നങ്ങളാണ്. സോ നോക്കാതെ പോയാൽ നല്ല രീതിയിൽ പണി തരും. കുട്ടികളും ഡയബറ്റീസ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചറിയണം. അപ്പം ഞാൻ നേരത്തെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഡയറ്റ് നോക്കുന്ന തെറ്റെന്ന് അങ്ങനെയല്ല പറഞ്ഞത്. ആഹാരം കഴിക്കുമ്പോൾ മാക്സിമം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കുക. അല്ലാതെ ഈ പറയുന്ന
ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ് നോക്കി നോക്കി പോകുമ്പോൾ നമുക്ക് ആക്രാന്തം ഉണ്ടായിട്ട് അല്ലെ, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡയറ്റ്, രാത്രിയാകുമ്പോൾ പൊറോട്ട ചിക്കൻ മതി, ഡയറ്റ് പൊളിക്കും അല്ലേ. ഒരാഴ്ച ഡയറ്റ്, ഞായറാഴ്ച എന്നിട്ട് എന്താണ് ഒരു മന്തി അങ്ങോട്ട് കഴിക്കും, തീർന്നു, ഡയറ്റ് പൊളിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ഒരാഴ്ചയിൽ ഒരു ദോശ അരദോശയൊക്കെ കഴിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആ ഡയറ്റ് അവിടെ തെറ്റുന്നു. സോ കാലറീസ് കൗണ്ട് ചെയ്യുന്ന, കാലറീസ് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കുറച്ച് കഴിച്ച് നമുക്ക് ആവശ്യമുള്ള കാലറി, നിങ്ങളുടെ ബോഡി ആക്ടിവിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള കാലറീസ് കണ്ടെത്തിയിട്ട് അത് കഴിക്കുക. അത്രേ ഉള്ളൂ സംഭവം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1500 കാലറി വേണമെങ്കിൽ 1500 കാലറീസിലാണ് കളിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് കാലറിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഈ ഡയബറ്റീസ് രണ്ടായിട്ട് തിരിക്കാം. ഡയബറ്റീസ് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയബറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതാണ്. സിംറ്റംസ് എന്തായിരിക്കും? ദാഹം, വിശപ്പ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ, വെയിറ്റ് ലോസ്, ക്ഷീണം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. നമ്പർ ഓഫ് ഡയബറ്റീസ് കേസുകൾ നമ്മൾ വേൾഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, അതുപോലെ വിഷൻ ലോസ്, പിന്നെ മുറിവ് വന്ന ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള 100,000 പ്രശ്നങ്ങൾ ഈ ഡയബറ്റീസിൻ്റെ കൂടെ പുറപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡയബറ്റീസ് വന്നാൽ ഈ കൂടെ ഉള്ളവന്മാരും കൂടെ വരും. സോ ബി കെയർഫുൾ. ഓക്കെ, ഡയബറ്റീസിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ടൈപ്പ് 1 ഡയബറ്റീസ് എന്നും ടൈപ്പ് 2 ഡയബറ്റീസ് എന്നും. ടൈപ്പ് 2 ആണ് നമ്മൾ ഈ പറയുന്ന പ്രായമായവരിൽ കൂടുതലായിട്ട് കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1 കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. കുട്ടികളിലും ചില ഡയബറ്റീസ് എടുക്കുന്നതായിട്ടും അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ഈ പറയുന്ന ഈ ഡയബറ്റീസ് മോണിറ്ററൊക്കെ കയ്യിലൊട്ടിച്ച് വെച്ചേക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡയബറ്റീസ് കുട്ടികളിൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ബീറ്റാ സെല്ലുകളുണ്ടല്ലോ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ല്, ഇത് ഡിസ്ട്രോയ് ആയി പോകുന്നൊരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. ഇൻസുലിൻ എന്ത് ചെയ്യത്തില്ല? പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കുട്ടിക്കാലം മുതലേ ഇങ്ങനെയുള്ളവർക്ക് ഈ അസുഖം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം? അവർ ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കേണ്ടി വരും. പുറത്ത് നിന്ന് അവർ ലൈഫ് ലോങ് എന്ത് ചെയ്യേണ്ടി വരും? ഇൻസുലിൻ എടുക്കേണ്ടി വരും. സോ അതൊന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് പോകും. ജന്മന വരുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കയ്യിരിപ്പ് കൊണ്ട് വരുത്തുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. കയ്യിരിപ്പ് കൊണ്ടൊന്നല്ല, എങ്കിലും നമ്മുടെ ശ്രദ്ധ കുറവുണ്ടാകും. ഓക്കെ, ഡസ് നോട്ട് മേക്ക് ഇനഫ് ഇൻസുലിൻ ഓർ സെൽ സ്റ്റോപ്പ് റെസ്പോണ്ടിങ് ടു ഇറ്റ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകാം, അതായത് സെല്ലുകൾ ഇൻസുലിനുമായിട്ട് ഒരു ബന്ധമില്ല, ഇൻസുലിൻ എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന് എടുക്കാത്തൊരവസ്ഥയാവാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്ന ആഹാരത്തിൻ്റെ അത്ര എന്ത് ചെയ്യുന്നില്ല, ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ആ അവസ്ഥയാകും. എങ്ങനെ സംഭവിക്കുന്നത്? അമിതമായി നമ്മൾ ഗ്ലൂക്കോസ് ഉള്ള ഫുഡുകൾ കഴിച്ചു വരുമ്പോഴത്തേക്കും ലിവറിൻ്റെ സെല്ലുകളുടെ പ്രവർത്തനം കുറയുന്നു. ഓക്കെ, പുവർ ഡയറ്റ്, ഓവർ വെയിറ്റ്, ലോ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് കാരണം. ഇത് മൂന്നും നമുക്ക് നോക്കാൻ പറ്റും. ഡയറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിലേക്ക് മുമ്പ് ഇരിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ പോകണം. ഓക്കെ, അഡൾട്ടുകളിലാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം കുട്ടികൾ വരത്തില്ല. നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല അല്ലെ, ഇപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡും അല്ലെ ബേക്കറി എന്നുള്ളതൊക്കെ ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 60, ഒരു 40, 45 വയസ്സാകുമ്പോൾ ഒക്കെ പണ്ട് 50 വയസ്സും 50 വയസ്സും ഒരു 55 ഒക്കെ ആൾക്കാർക്ക് വന്നുകൊണ്ടിരുന്ന ഡയബറ്റീസാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ 20, 18, 25, 29, 30 ഒക്കെ ആൾക്കാർക്ക് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ബീറ്റാ സെൽ ഡിസ്ട്രോയ് ചെയ്തുണ്ടാവുന്നു, കുട്ടികളിലും യങ്ങിലും കാണുന്നു, എക്സ്റ്റേണൽ ഇൻസുലിൻ എടുക്കണം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ലെസ് ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അസുഖം. അഡൾട്ടിലും എൽഡർലി പ്രായമുള്ളവരിലുമാണ്. ലൈഫ് സ്റ്റൈലും മെഡിസിനും കൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റിനെ പറ്റിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റീസ് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, കോസസ് തന്നിട്ടുണ്ട്, സിംറ്റവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്ററി ഹാബിറ്റും ലാക്ക് ഓഫ് എക്സസൈസും ആണ് ഈ പറയുന്ന അസുഖത്തിന് കാരണമാകുന്നത് ടൈപ്പ് 2-ന്. സോ കുട്ടികളും ഇപ്പോൾ ഇത് വരുന്നുണ്ട്. സോ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഏതാണ്? നമുക്ക് അടുത്ത് വരുന്ന അഡ്രീനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനൊക്കെ വരും. അത് അടുത്ത ക്ലാസ് പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.